ഹലോ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ERPയിൽ ഒരു ബ്രാഞ്ച് ട്രാൻസ്ഫർ അതുപോലെ തന്നെ ഒരു ബ്രാഞ്ച് റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആദ്യം തന്നെ നമ്മൾ ട്രാൻസാക്ഷൻസിൽ വരാം. ട്രാൻസാക്ഷൻസിൽ നമുക്ക് ബ്രാഞ്ച് ട്രാൻസ്ഫർ ആൻഡ് റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റർ ബ്രാഞ്ച് സ്റ്റോക്ക് ട്രാൻസ്ഫർ, ഇൻ്റർ ബ്രാഞ്ച് സ്റ്റോക്ക് റെസിപ്റ്റ്, എക്സ്റ്റേണൽ സ്റ്റോക്ക് ട്രാൻസ്ഫർ അതുപോലെ തന്നെ എക്സ്റ്റേണൽ സ്റ്റോക്ക് റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഇൻ്റർ ബ്രാഞ്ച് സ്റ്റോക്ക് ട്രാൻസ്ഫർ നമ്മൾ ഏതൊരു കേസിലാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കമ്പനിയിൽ അവരുടെ എല്ലാ ബ്രാഞ്ചസിലും ഫുജിഷ്ക ERP തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇൻ്റർ ബ്രാഞ്ച് സ്റ്റോക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഇൻ്റർ ബ്രാഞ്ച് സ്റ്റോക്ക് റെസിപ്റ്റ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതല്ല, ഇപ്പോൾ ഒരു കമ്പനീൻ്റെ തന്നെ ഡിഫറെൻറ്റ് ബ്രാഞ്ചസിൽ ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയർസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേണൽ സ്റ്റോക്ക് ട്രാൻസ്ഫറിൽ പോയിട്ടായിരിക്കും നമ്മൾ എൻട്രി പാസ് ചെയ്യേണ്ടത്. സോ ഇന്ന് നമ്മൾ ഇൻ്റർ ബ്രാഞ്ച് സ്റ്റോക്ക് ട്രാൻസ്ഫർ അതുപോലെ തന്നെ ഇൻ്റർ ബ്രാഞ്ച് സ്റ്റോക്ക് റെസിപ്റ്റ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ ആദ്യം തന്നെ നമ്മൾ ഇൻ്റർ ബ്രാഞ്ച് സ്റ്റോക്ക് ട്രാൻസ്ഫറിലേക്ക് പോവാം. ഇതിൽ നമുക്ക് ആദ്യം തന്നെ കാണാം പെൻഡിങ്ങിൻ്റെ ലിസ്റ്റാണുള്ളത്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബ്രാഞ്ചിൽ നിന്ന് ബ്രാഞ്ച് B എന്നുള്ളൊരു ബ്രാഞ്ചിലേക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവരത് ആക്സെപ്റ്റോ റിജക്റ്റോ ചെയ്യുന്നതിന് മുന്നേ വരെ ഇതൊരു പെൻഡിങ് ലിസ്റ്റിലായിരിക്കും നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടാവുക. അപ്പോൾ അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ വരെ നമുക്കിത് എഡിറ്റ് ചെയ്യാനും അതല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ വരുമ്പോൾ റിജക്റ്റിൻ്റെ സെക്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ഒരു ബ്രാഞ്ചിൽ നിന്നും ബ്രാഞ്ച് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഐറ്റംസ് അവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സെക്ഷനിലായിരിക്കും അവൈലബിൾ ആയിട്ട് വരിക. പിന്നെ നമുക്ക് വരുന്നത് ആക്സെപ്റ്റൻ്റെ സെക്ഷനാണ്. ഇപ്പോൾ ഈ ഒരു ബ്രാഞ്ചിൽ നിന്നും ബ്രാഞ്ച് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ആ ഒരു സ്റ്റോക്ക് ട്രാൻസ്ഫർ അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ആക്സെപ്റ്റൻ്റെ സെക്ഷനിലായിരിക്കും വരുന്നുണ്ടാവുക. ഇവിടുന്ന് നമുക്കിത് പ്രിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമായിരിക്കും അവൈലബിൾ ആവുക. അതല്ലാതെ എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇത് വോയിഡ് ചെയ്യാനുള്ള ഓപ്ഷനില്ല. പിന്നെ നമുക്ക് നാലാമത് വരുന്നത് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ്. ഇപ്പോൾ ബ്രാഞ്ച് B നമ്മളുടെ ബ്രാഞ്ചിലേക്ക് അവർക്ക് ഏതൊക്കെ ഐറ്റംസ് ആണോ വേണ്ടത് അവർക്ക് വേണമെങ്കിൽ അവർ ഇൻ്റർ ബ്രാഞ്ച് സ്റ്റോക്ക് റെസിപ്റ്റിൽ പോയിട്ട് ഒരു ട്രാൻസ്ഫർ റിക്വസ്റ്റ് പോലെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അവർ തരുന്ന ആ ഒരു റിക്വസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ ഒരു ഇൻ്റർ ബ്രാഞ്ച് സ്റ്റോക്ക് റിക്വസ്റ്റിൽ വരിക. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ഇത് ആക്സെപ്റ്റോ അല്ലെങ്കിൽ റിജക്റ്റോ അല്ലെങ്കിൽ പ്രിവ്യൂ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് വരുന്നത് ഒരു ന്യൂ സ്റ്റോക്ക് ട്രാൻസ്ഫർ കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ ന്യൂ സ്റ്റോക്ക് ട്രാൻസ്ഫറിൽ പോവുക. അതിനുശേഷം ഡേറ്റ് കൊടുക്കാം. ഏതൊരു ബ്രാഞ്ചിലേക്കാണോ നമ്മൾ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. കറൻറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് പ്രൊഡക്റ്റ് ഒന്നെങ്കിൽ ബാർകോഡ് വെച്ചിട്ട് സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നെയിം വെച്ചിട്ട് സെർച്ച് ചെയ്യാം. ഞാനിവിടെ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എത്ര ക്വാണ്ടിറ്റി ആണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് ഞാനിവിടെ കൊടുത്തു. അത് ഏത് യൂണിറ്റിലാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അത് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. പിന്നെ നമുക്കിവിടെ സൈഡിൽ കാണാൻ പറ്റും നമ്മുടെ ബ്രാഞ്ചിൽ എത്രയാണ് അവൈലബിൾ സ്റ്റോക്ക്, അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ബ്രാഞ്ചിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അവിടെ എത്രയാണ് അവൈലബിൾ സ്റ്റോക്ക് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമുക്കിവിടെ നോട്ട്സ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാൻ പറ്റും. അതിനുശേഷം ഇതൊന്ന് ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്താൽ ഈ ഒരു ഐറ്റം നമ്മുടെ ലിസ്റ്റിലേക്ക് അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം നമുക്കിത് റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻ്റർ ബ്രാഞ്ച് സ്റ്റോക്ക് ട്രാൻസ്ഫറിൽ വരുന്നത്. സോ ഇനി നമുക്ക് വരുന്നത് ഇൻ്റർ ബ്രാഞ്ച് സ്റ്റോക്ക് റെസിപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇപ്പോൾ ബ്രാഞ്ച് ബിയിൽ നിന്നും നമ്മുടെ ബ്രാഞ്ചിലേക്ക് എന്തെങ്കിലും സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഒരു പെൻഡിങ് ലിസ്റ്റ് അവൈലബിൾ ആയിരിക്കും. നമ്മൾ ആക്സെപ്റ്റ് ചെയ്തത് ഏതൊക്കെയാണോ അത് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അതിൻ്റെ പ്രിവ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നമ്മൾ ഏതെങ്കിലും റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്റ്റോക്ക് ട്രാൻസ്ഫർ റിക്വസ്റ്റ്. ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ബ്രാഞ്ച് ബിയിൽ നിന്നും റിക്വസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ന്യൂ ട്രാൻസ്ഫർ റിക്വസ്റ്റിൽ പോയിട്ട് ഏതൊരു ബ്രാഞ്ചിൽ നിന്നാണോ നമുക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ടത് അത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാർകോഡ് വെച്ചിട്ട് പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യുക, അതല്ലെങ്കിൽ മാനുവലായിട്ടൊന്ന് സെർച്ച് ചെയ്തിട്ട് ഇവിടെ ക്വാണ്ടിറ്റി എത്രയാണോ വേണ്ടത് അത് കൊടുക്കുക. പീസോ ബോക്സോ ഏതാണെന്ന് വെച്ചാൽ ആ ഒരു യൂണിറ്റും സെലക്ട് ചെയ്യുക. അതിനുശേഷം ആഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ആഡ് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്രാഞ്ചിൽ നിന്നും ബ്രാഞ്ച് ബിയിലേക്ക് സ്റ്റോക്ക് ട്രാൻസ്ഫർ റിക്വസ്റ്റ് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി കാണാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ട്രാൻസ്ഫർ റിക്വസ്റ്റ് ഏതൊക്കെയാണ്, അതിൽ നമ്മുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അപ്പോൾ ബ്രാഞ്ച് ബി ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് എഡിറ്റോ അല്ലെങ്കിൽ വോയിഡ് ചെയ്യാനോ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻ്റർ ബ്രാഞ്ച് സ്റ്റോക്ക് ട്രാൻസ്ഫറും അതുപോലെ തന്നെ ഇൻ്റർ ബ്രാഞ്ച് സ്റ്റോക്ക് റെസിപ്റ്റിൻ്റെ കേസിൽ വരുന്നത്.